ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, മനോഹരമായൊരു ഉപമ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ധാരാളമായിട്ടുള്ള വിളവുകൾ ഉണ്ടായപ്പോൾ ആ ഒരു സമ്പത്തിൽ എല്ലാം മറന്ന് ആഹ്ലാദിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, പുതിയ ഒരു കളപ്പുര പഴയത് പൊളിച്ചിട്ട് പണിയണം, അതിലിത് മുഴുവനും കൂട്ടിയിട്ടിട്ട് തിന്നു കുടിച്ച് ആനന്ദിക്കണമെന്നൊക്കെ. ദൈവത്തിന് നന്ദി പറയാനോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനോ തയ്യാറാകാതെ തൻ്റെ സമ്പത്ത് കൊണ്ട് ഭാവി ജീവിതം ഭദ്രമാക്കാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ ആ രാത്രിയിൽ തന്നെ അയാളുടെ ആത്മാവിനെ ദൈവം തിരികെ ചോദിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ നമ്മളോട് പറയുന്നത്, മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല എന്ന്. മറിച്ച് പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്, നമുക്ക് അടിത്തറ ഇടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് തുടർന്നുള്ള ഭാഗത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിനുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ധാരാളമായ നന്മ പ്രവൃത്തികൾ ചെയ്യണം. സത്പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ സമ്പന്നരാകേണ്ടത്. ഭൗതിക സമ്പത്ത് കൊണ്ടല്ല, സത്പ്രവൃത്തികൾ കൊണ്ടുള്ള സമ്പത്താണ് നമുക്ക് അടിത്തറ. അത് വിശാല മനസ്സോടെ, ഉദാര മനസ്സോടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ കരസ്ഥമാക്കുന്ന രീതിയിൽ നമ്മുടെ ഭാവി ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാനമിടാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ധാരാളമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ, ഞങ്ങളെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.